പിന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, പ്രൊട്ടക്ഷനോടുകൂടി പരീക്ഷ എഴുതാനുള്ള അവകാശം നമ്മുടെ സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മൗലിക അവകാശം നല്ല രീതിയിൽ തന്നെ പോകും. എന്തൊക്കെ കാര്യങ്ങളിൽ ഈ മൗലിക അവകാശങ്ങൾ ഇത് പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം, അതെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ കേസെടുക്കുന്നു. അതൊരു മൗലിക അവകാശമല്ലേ? ഒരു പൗരന്റെ മൗലിക അവകാശമല്ലേ? ജീവിക്കാനുള്ള അവകാശം അതൊരു മൗലിക അവകാശങ്ങളിൽ വരുന്നതല്ലേ? ഒരു മൗലിക അവകാശം, അതായത് സ്വന്തം നാട്ടിൽ ജീവിക്കുക, അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള കാര്യങ്ങൾ അവന് പഠിക്കാനുള്ള അവകാശം, അത് മൗലിക അവകാശമല്ലേ? ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക, അത് മൗലിക അവകാശമല്ലേ? ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട ജോലി, ഇതെല്ലാം മൗലിക അവകാശം. ഇത്രയും അവകാശങ്ങൾ ഉണ്ടായിട്ടും ആ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഈ പറയുന്ന നരാധകന്മാർ ചെയ്തിട്ടും ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജന് വേണ്ടി, അല്ലെങ്കിൽ അവന് നീതി കിട്ടാനായിട്ട് ഒരു തരത്തിലുള്ള പാർട്ടികളും മുന്നിലേക്ക് വരുന്നില്ല. ആദ്യത്തെ ദിവസം MSF, അതേപോലെ നമ്മുടെ ഈ പറയുന്ന KSU പോലുള്ള സംഘടനകൾ മുന്നിലേക്ക് വന്ന് SFI വന്നിട്ടില്ല. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത കണ്ടു. അതായത് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഈ കുട്ടി തന്തയില്ലാത്തവന്മാരെ നമ്മൾ തീർക്കും എന്ന് പറഞ്ഞിട്ടൊരു